മാം കുട്ടികളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത്? ഓക്കെ. സോ ഹനവറൻ ഞാനത് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഒരു കുട്ടിയുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ലൈഫിലെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോലെയാണ്. ഇപ്പം ആ കുട്ടി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളായിരിക്കും ആ കുട്ടി പ്രാക്ടിക്കലി വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാരന്റിന്റെ കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരന്റിന്റെ കുട്ടിയാണെങ്കിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ ഭയങ്കര സെൽഫ് കോൺഫിഡൻസും അതേപോലെ ആ കുട്ടിയുടെ സെൽഫ് എസ്റ്റീമും ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷെ നേരെ മറിച്ച് നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നീ ഇതെങ്ങനെ ചെയ്യാനാ, അങ്ങനെയൊക്കെ ഒരു സെൽഫ് ഡൗട്ടിൽ നിൽക്കുന്ന പാരന്റ്സിന്റെ കുട്ടിയാണെങ്കിൽ, ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ കുട്ടിക്ക് റൈറ്റ് ആൻസേഴ്സ് അറിയായിരിക്കും, പക്ഷെ അതുപോലും ഡൗട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ആ കുട്ടി വളർന്നു വരിക. ഭയങ്കര പത്തറ്റിക് ആയിരിക്കും സിറ്റുവേഷൻ. അപ്പോൾ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി എൻവയോൺമെന്റ്, അല്ലെങ്കിൽ പ്രോപ്പർ കെയറും സപ്പോർട്ടും ലവും അപ്രിസിയേഷനും ഒക്കെ കിട്ടി വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ അഡൾട്ട്ഹുഡും ഭയങ്കര സേഫ് ആയിരിക്കും. ഇമോഷണലി സേഫ് ആയ ഒരു ചൈൽഡ് ആയിട്ടായിരിക്കും ആ കുട്ടി വളർന്നു വരിക. പക്ഷെ എന്താ പറയാ, ട്രോമറ്റൈസിങ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആണ് ആ കുട്ടിയുടെ എങ്കിൽ ഓഫ് കോഴ്സ് ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ അഡൾട്ട്ഹുഡും ഒരു ട്രോമറ്റൈസിങ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോ പാരന്റ്സിന് ചെയ്യാൻ പറ്റുക എന്താന്ന് ചോദിച്ചാൽ, മാക്സിമം ആ കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസിനെയും സെൽഫ് എസ്റ്റീമിനെയും ചെറുപ്പം തൊട്ട് തന്നെ ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും കുട്ടിയെ തളർത്താതിരിക്കുക. എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ കുട്ടിയുടെ കൂടെ നിൽക്കുക. അപ്പോ എങ്കിലും മാത്രമേ കുട്ടി വളർന്നു വരുമ്പോൾ ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു അഡൾട്ട് ആയിട്ട് വളരാൻ പറ്റുള്ളൂ. അപ്പോ ആക്ച്വലി ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് തന്നെ ഒരു റിഹേഴ്സൽ ആണ്. അപ്പോ അതില് കിട്ടുന്ന എക്സ്പീരിയൻസസ് ഒക്കെയാണ് നമ്മൾ ലൈഫിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഐ തിങ്ക് ഒരു ഹെൽത്തി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് തന്നെ ഇസ് ഈക്വൽ ടു എ ഹാപ്പി അഡൽട്ട്ഹുഡ് എന്നാണ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്.